അതിജീവനം എന്നത് ഓർമ്മകൾ മറക്കലല്ല, മറിച്ച് വേദനയെ കരുത്താക്കി മുന്നേറലാണ്. മുണ്ടക്കയും ചൂരൽമലയും അനുഭവിച്ച ദുഃഖം ചരിത്രത്തിൽ നിന്നുമായില്ല. എന്നാൽ ആ ദുഃഖത്തിന് മുന്നിൽ തലകുനിക്കാതെ ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രഖ്യാപനമാണ് ഈ പുനരധിവാസം. കണ്ണീർ തുടച്ച് കൈപ്പിടിച്ചുയർത്തി അതിജീവനത്തിന്റെ പുതുചരിത്രം കൽപ്പറ്റയിൽ. പ്രളയവും മണ്ണിടിച്ചിലും ചേർന്ന് മുണ്ടക്കയും ചൂരൽമലയും തകർത്തു നീക്കിയ ദിനങ്ങൾ കേരളത്തിന്റെ സംയുക്ത സ്മൃതിയിൽ ഇന്നും നനവോടെ നിൽക്കുന്നു. വീടുകൾ മാത്രം തകർന്നതല്ല, കുടുംബചരിത്രങ്ങളും സ്വപ്നങ്ങളും ദിവസേനയുടെ ലളിതസുഖങ്ങളും മണ്ണിനടിയിലായി. അന്ന് കരഞ്ഞത് വയനാട് മാത്രമായിരുന്നില്ല, കേരളമാകെയായിരുന്നു. അത്തരം ദുരന്തത്തിന്റെ ചാരത്തിൽ നിന്ന് പുനർനിർമ്മാണം എന്ന വാക്കിന് ആത്മാവ് പകർന്നാണ് നാളെ കൽപ്പറ്റയിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നത്. 178 കുടുംബങ്ങൾ പുതിയ വീടുകളുടെ കവാടം തുറന്ന് ജീവിതത്തിന്റെ രണ്ടാം അധ്യായത്തിലേക്ക് കടക്കുകയാണ്. ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായി രൂപകൽപ്പന ചെയ്ത ടൗൺഷിപ്പ് ഒരു സാധാരണ ഭവന പദ്ധതി മാത്രമല്ല, സാമൂഹിക ഉത്തരവാദിത്വത്തിന്റെ ആവിഷ്കാരമാണ്. ഈ പുനരധിവാസ പദ്ധതി നടപ്പാക്കുന്നതിൽ ഇടതുപക്ഷ സർക്കാരിന്റെ കൃത്യമായ നിലപാടും സമയബന്ധിതമായ തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ കൃത്യമായ ഇടപെടലുകളും നിർണായകമായി. ദുരന്താനന്തര രക്ഷാപ്രവർത്തനങ്ങളിൽ നിന്ന് ആരംഭിച്ച് ഭൂമി കണ്ടെത്തൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ ആസൂത്രണം, ഗുണഭോക്തൃ പട്ടികയുടെ സുതാര്യത, ഇതെല്ലാം ചേർന്നാണ് ഈ ഘട്ടം സാധ്യമായത്. സർക്കാർ സംവിധാനങ്ങളോടൊപ്പം തദ്ദേശ സ്ഥാപനങ്ങളും സന്നദ്ധ സംഘടനകളും പൊതുസമൂഹവും കൈകോർത്തപ്പോൾ പുനർനിർമ്മാണം ഒരു കൂട്ടായ്മയുടെ ദൗത്യമായി മാറി. ലോകോത്തര നിലവാരത്തിൽ രൂപകൽപ്പന ചെയ്ത ഈ ടൗൺഷിപ്പ് വെറും കെട്ടിടങ്ങളുടെ നിരയല്ല. സുരക്ഷിതമായ വാസസ്ഥലം, കുടിവെള്ളം, വൈദ്യുതി, റോഡ്, പൊതുസൗകര്യങ്ങൾ, ദുരിതബാധിതർക്കായി ആത്മവിശ്വാസം പകരുന്ന ഒരു സമഗ്ര ജീവിത പരിസരമാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ദുരന്ത പ്രദേശങ്ങളിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഭാവി സുരക്ഷയെ മുൻനിർത്തിയ രൂപകൽപ്പന. അതിജീവനം എന്നത് ഓർമ്മകൾ മറക്കലല്ല, മറിച്ച് വേദനയെ കരുത്താക്കി മുന്നേറലാണ്. മുണ്ടക്കയും ചൂരൽമലയും അനുഭവിച്ച ദുഃഖം ചരിത്രത്തിൽ നിന്നുമായില്ല. എന്നാൽ ആ ദുഃഖത്തിന് മുന്നിൽ തലകുനിക്കാതെ ഞങ്ങൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രഖ്യാപനമാണ് ഈ പുനരധിവാസം. കണ്ണീർ തുടച്ച് കൈപ്പിടിച്ചുയർത്തിയ ഒരു ഭരണകൂടവും കൈത്താങ്ങായി നിന്നൊരു സമൂഹവും ചേർന്നാണ് ഈ പുതുചരിത്രം എഴുതുന്നത്. ദുരന്തങ്ങൾ വരാം, പക്ഷേ അവയ്ക്ക് മുന്നിൽ മനുഷ്യ സമൂഹം കൈകോർത്ത് നിൽക്കുമ്പോൾ പ്രത്യാശയുടെ വിളക്കുകൾ അണയില്ലെന്ന് കേരളം വീണ്ടും വീണ്ടും തെളിയിക്കുന്നു. കൽപ്പറ്റയിൽ നാളെ കൈമാറുന്ന 178 വീടുകൾ ഒരു ചടങ്ങിന്റെ ഭാഗമല്ല, മലയാളത്തിന്റെ അതിജീവനാത്മക ആത്മാവിന്റെ സാക്ഷ്യപത്രമാണ്.